കഴിഞ്ഞാൽ ആ യഥാർത്ഥമായിട്ടുള്ള വഴി ഏതാ, ആ വഴിയിലേക്ക് നമ്മൾ നീങ്ങുക. ഞാൻ കണ്ടിട്ടേ ഉള്ളൂ അത്. മനസ്സിലാക്കണം. ഞാൻ 1974 ഞാൻ ഈ മഞ്ചേരിയിൽ വന്നത്. അതിനു മുമ്പ് ഞങ്ങളുടെ നേതാക്കന്മാർ, അച്ഛന്മാർ, മെത്രാന്മാർ, അങ്ങനെ വലിയ ആൾക്കാരുടെയൊക്കെ അന്ന് എനിക്ക് 70 വന്നിട്ട് അച്ഛൻ്റെ പട്ടണം അല്ലാതെ എനിക്ക് വന്നിട്ട് എന്താ ചെയ്തെന്ന് പറഞ്ഞാൽ അച്ഛന്മാരുടെ അസോസിയേഷൻ്റെ സെക്രട്ടറി ആയിട്ട് എന്നെ തിരഞ്ഞെടുത്തു. അന്ന് എൻ്റെ പേര് ജോൺ മുണ്ടക്കനാണ്. അങ്ങനെ ഞാൻ മഞ്ചേരിയിൽ കുറച്ച് അച്ഛന്മാരെയും കൊണ്ട് അവിടെ വന്നു. അപ്പം എൻ്റെ നേതാക്കന്മാരുടെ നിർദ്ദേശം എന്തെന്ന് പറഞ്ഞാൽ 4ാം വയസ്സുള്ളവരെ 3ാം വയസ്സിലേക്ക് കൊണ്ടുവരണം. എത്ര പണം ചിലവാക്കിയാലും തിരക്കേടില്ല എന്ന് പറഞ്ഞൊരു നിർദ്ദേശം തന്നിരുന്നു. അന്നും എനിക്കതിൽ ഭയങ്കര താല്പര്യമായിരുന്നു, മുസ്ലിങ്ങളെ ക്രിസ്ത്യൻ മതത്തിലേക്ക് കൊണ്ടുവരണമെന്ന്. അപ്പം അന്ന് എനിക്ക് ഭയങ്കര എതിർപ്പുമാണ് മുസ്ലിങ്ങളുമായിട്ട്, എൻ്റെ നാട്ടിലുമുണ്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ വന്നതാണ്. ഈ മലപ്പുറം ജില്ല മഞ്ചേരിയിൽ വന്നിട്ട് ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു എത്തും പിടുത്തമില്ല. രാത്രി അവിടെ ഒരു ക്രിസ്ത്യൻ പള്ളിയുണ്ട്, ആ ക്രിസ്ത്യൻ പള്ളിയിൽ പോയി തങ്ങും. എന്നിട്ട് പകൽ മുഴുവനും ഈ പാവപ്പെട്ട, ഇന്നത്തെ പോലെയല്ല, അന്ന് വളരെ സാധുക്കളായിട്ടുള്ള മുസ്ലിങ്ങൾ വീട്ടുകളിലൊക്കെ ഞങ്ങൾ പോകും. അവരുടെ കാര്യങ്ങളൊക്കെ ചോദിക്കും, മനസ്സിലാക്കും. ഒന്നുമില്ലാത്ത പാവങ്ങൾക്കൊക്കെ ഞങ്ങൾ പൈസ കൊടുത്ത് സഹായിക്കും. അങ്ങനെയൊക്കെ വശീകരിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ആയിട്ടും ഒരാളിനെയും കിട്ടിയിട്ടില്ല. ഞങ്ങളുടെ വഴിക്ക് ആരും വന്നിട്ടുമില്ല. അപ്പം ഞങ്ങൾക്ക് തോന്നിയത് 4ാം വയസ്സുള്ള ഒരാളെങ്കിലും ഒരു അറബി അറിയുന്ന ഒരു ആളിനെ നമുക്ക് കിട്ടണം. കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വിജയിക്കും എന്നുള്ള ഉദാഹരണം വെച്ചും കൊണ്ട് അത് അന്വേഷിച്ച് വന്നപ്പോൾ ഒരാൾ പറഞ്ഞു, അതായത് കോട്ടയ്ക്കലടുത്ത് ഒതുക്കെങ്കലുള്ള ഒരു അലബിയുണ്ട്. അവനെ ഒരു കാലത്ത് പട്ടിക്കാട് ജാമ്യ എന്ന് മഹാനായ സംസുലമ പുറത്താക്കിയതാണ് കോളേജിൽ നിന്ന്. അവനിങ്ങനെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവനെ തിരഞ്ഞു നടന്നു. അങ്ങനെ അവനെ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ കൂടെ ചേരാം എന്ന് പറഞ്ഞ് ആദ്യം കുറച്ച് പണം കൊടുത്തു. നിൻ്റെ വീട്ടിലൊക്കെ കൊടുത്ത് വാ എന്ന് പറഞ്ഞ് പണവും കൊടുത്തു വിട്ട് പിന്നെ അവൻ വന്ന് എടക്കര എന്ന് പറയുന്ന സ്ഥലത്ത്, എടക്കര പുഴയിൽ ഇത്രത്തോളം വെള്ളത്തിൽ അവനെ ഇറക്കി നിർത്തിയിട്ട് ഞാനാണ് വെള്ളം കയ്യിൽ കോരിയിട്ട് അവൻ്റെ തലയിൽ പാർന്ന് മാമൂസ് മുക്കി യോസഫ് എന്ന് പേരിട്ട്. മനസ്സിലാക്കണം. അങ്ങനെ ക്രിസ്ത്യൻസാക്കി. അവനെ പിന്നെ ഫാദർ അലബി എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെ അന്നത്തെ കാലത്ത് ഞാൻ വണ്ടൂർ ഒരു സാഹിബിൻ്റെ മിഷൻ ആശുപത്രിയുണ്ട്. ആ ഹോസ്പിറ്റലിലുള്ള ആ സാഹിബും ഞാനുമായിട്ട് ഞങ്ങളൊക്കെ ഒരു ചർച്ചയൊക്കെ ചെയ്ത് അങ്ങനെ അതിനൊരു താല്പര്യം ഞങ്ങൾ കാണിച്ചു. അങ്ങനെ മഞ്ചേരിയിൽ ഞാൻ നടന്ന് ടൗണിൻ്റെ അടുത്ത് തന്നെ കുറഞ്ഞ വിലയ്ക്ക് കുറച്ച് സ്ഥലം കിട്ടി. ആ സ്ഥലം കിട്ടിയപ്പോൾ അതിൽ ഞങ്ങളൊരു ബിൽഡിംഗ് ഉണ്ടാക്കി. ആ ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ട് അതിനൊരു പേര് വെച്ചു, മർക്കസിൽ പിസാറ എന്ന് പറഞ്ഞൊരു പേരും വെച്ച് ഈ അലവീൻ അവിടെ ഇരുത്തി. മനസ്സിലാക്കണം നിങ്ങൾ. അങ്ങനെ ഇരുന്നും കൊണ്ട് ഞങ്ങളതിന് വേണ്ടിയ പ്രവർത്തിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അതുവരെയ്ക്ക് ഞങ്ങൾക്ക് ഒരാളിനെയും കിട്ടിയിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മഹാനായ സീഖന സംസുലമ മഞ്ചേരി സവാളിലെത്തി. ഞങ്ങളൊക്കെ ക്ഷണിച്ച് ഞങ്ങളൊക്കെ ചെന്നു. ഞങ്ങൾക്കൊരു നിർദ്ദേശം തന്നു, ഇവിടെ ജബൂർ എന്താ, തവറാത്ത് എന്താ, ഇഞ്ചിയിൽ എന്താ, ഖുർആൻ എന്താ, ഇതൊക്കെ ഞങ്ങൾക്ക് തിരിയും, നിങ്ങൾ പ്രവർത്തിക്കേണ്ട വേഗം സ്ഥലം വിട്ടോളാൻ പറഞ്ഞു. അപ്പം അന്ന് ഞാൻ കണക്കാക്കിയത് ഒരു പഴഞ്ചൻ മൗലിയാർ, ഒരു താടിയും തലയിൽ കെട്ടും അല്ലാതെ ഇയാൾക്ക് എന്താ അറിയാം, സുറിയാനി അറിയുമോ എന്നൊക്കെയായിരുന്നു നമ്മുടെയൊക്കെ ഉദ്ദേശം. അങ്ങനെ അതിൽ നിന്ന് ഞങ്ങൾ പോയിട്ട് ആ 78 നിന്ന് 80 വരയ്ക്കും എടക്കര, വഴിക്കടവ്, ചുങ്കത്തറ, മൂത്തേടം, കാരപ്പുറം, കുരുമ്പലങ്കോട് ആ പ്രദേശങ്ങളിൽ നിന്ന് 68 മുസ്ലിം കുടുംബത്തിന് പണം കൊടുത്തിട്ടും വീട് വെച്ച് കൊടുത്തിട്ടും അവരുടെ പെൺകുട്ടികളെ കെട്ടിക്കാൻ കായ് കൊടുത്തിട്ടും ഞാൻ അവരെ മാമോദീസ മുക്കി ക്രിസ്ത്യൻസാക്കി. മനസ്സിലാക്കണം നിങ്ങൾ. അന്ന് എനിക്ക് അത്രത്തോളം വാശിയുണ്ടായിരുന്നു, മുസ്ലിങ്ങളുടെ എതിർപ്പുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് അത് മാറ്റിയിട്ട് ഇടക്കരയിൽ നിന്ന് ഞാൻ വെല്ലുവിളിച്ചതാണ്, ഇഞ്ചിയിലുള്ള ഗ്രന്ഥത്തിൻ്റെ സുറിയാനി ഭാഷയിൽ മറുപടി തരാൻ വല്ല പണ്ഡിതന്മാരും ഉണ്ടെങ്കിൽ മുന്നോട്ട് വരാമെന്ന്. ഞങ്ങൾക്കറിയാം
ഒരു പണ്ഡിതന്മാർക്കും സുറിയാനി അറിയില്ലെന്ന് നമുക്ക് നല്ലോണം അറിയാം. അങ്ങനെ ബെല്ല് വിളിച്ചപ്പോൾ ആ വെല്ലുവിളി നേരിട്ട് വന്നതാണ് മഹാനായ തേക്കിനാഥ് സംസുലമ. അദ്ദേഹത്തിന് മാത്രം എടക്കര മുസ്ലിയാരങ്ങാടി ഒരു പാടത്തിൽ വെച്ചാണ് ആ പരിപാടി. അദ്ദേഹത്തിന് മാത്രം സ്റ്റേജ്. ഞങ്ങൾ അച്ഛന്മാർക്കൊക്കെ കസേരയിട്ട് തന്നു. ലക്ഷക്കണക്കിന് ജനങ്ങളുണ്ട്. മുസ്ലിങ്ങളും ക്രിസ്ത്യൻസുമായിട്ട് ആദ്യമായിട്ടുള്ള ഒരു സംഭാഷണമാണ്. അതിൽ ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബാധിച്ച് 5 മണിക്കൂർ നേരം എൻ്റെ സഹോദരന്മാരെ ഞാൻ ചുരുക്കി കൊണ്ടുവരിക ബാധിച്ചു. കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞ അവസാനത്തെ പ്രവാചകൻ ആരാന്ന് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ആരാ എന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞ് അവസാനത്തെ പ്രവാചകൻ ഇവിടെ വന്ന 1,24,000 ചിലവൻ അമ്പിയാക്കന്മാരിൽ അവസാനത്തെ പ്രവാചകൻ യേശുവാണ് എന്ന് പറഞ്ഞു. ഞാൻ തെളിവുണ്ടോ എന്ന് ചോദിച്ചു. തെളിവുണ്ട് എന്ന് പറഞ്ഞു. എൻ്റെ സഹോദരന്മാരെ, നിങ്ങളൊന്ന് മനസ്സിലാക്കണം, യഥാർത്ഥം ഇവിടെ കിടക്കുകയാണ്, അവിടത്തേക്ക് നമ്മൾ നീങ്ങുക. അങ്ങനെ ഞാൻ എൻ്റെ കയ്യിലുള്ള പുതിയ സുറിയാനി ഗ്രന്ഥം കൊണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തു. അദ്ദേഹം ആ ഗ്രന്ഥം നോക്കിയിട്ട് ഇങ്ങനെ കുറച്ച് മറിച്ചും തിരിച്ചും നോക്കിയിട്ട് വലിച്ച് ഈ അച്ഛന്മാരിരിക്കുന്ന അടുത്ത് വലിച്ചെറിഞ്ഞു. എറിഞ്ഞിട്ട് പറഞ്ഞു, എൻ്റെ അടുത്തുണ്ടോ യഥാർത്ഥ ഗ്രന്ഥം, ഈ മൈക്കിൻ്റെ അടുത്ത് വാ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആകെപ്പാടെ വെപ്രാളപ്പെട്ടു. ഇദ്ദേഹത്തിൻ്റെ ഏതാ സുറിയാനി കിട്ടാൻ. അങ്ങനെ ഞാൻ അടുത്ത് ചെന്നപ്പോൾ ഒരു പഴയ സുറിയാനി ഗ്രന്ഥം എടുത്ത് എൻ്റെ കയ്യിൽ തന്നു. എന്നിട്ട് അത് മറിക്കാൻ പറഞ്ഞു. മറിച്ചു. ഇത് സുറിയാനി ആണോ എന്ന് ചോദിച്ചു. അദ്ദേഹം എന്ന് പറഞ്ഞു, ഇത് ഞാൻ അടിച്ചതല്ലല്ലോ. ഇല്ല. ഇത് എത്ര രാജ്യത്ത് അടിക്കുന്നു? 3 രാജ്യത്ത്. എവിടെയൊക്കെയാണെന്ന് ചോദിച്ചു. അതായത് റോമിലും പോളണ്ടിലും സിറിയയിലും. ശരിയാണോ? അതെ. എന്നാലും 3ാമത്തെ പേജിൽ മറിച്ച് നോക്ക്, അതിൽ അവസാനത്തെ പ്രവാചകൻ ഏതാണെന്ന് അറിയാമെന്ന് പറഞ്ഞു. ഞാൻ അവസാനത്തെ പ്രവാചകൻ എന്ന് നോക്കുമ്പോൾ ലൂതൽ ലുക്കർത്തിൽ ലുകൂതി ആദൽ ഈസ എന്നാണ് പുതിയതിൽ കണ്ടത്. അവസാനത്തെ പ്രവാചകൻ അത് യേശുവാണ്. എന്നാൽ ഈ പഴയ സുറിയാനി ഗ്രന്ഥത്തിൽ ഞാൻ നോക്കുമ്പോൾ എന്താ, മഗർദി മാസൽ മുഹൂദി ആദർ റീഖൽ അഹമ്മദ് എന്ന് ഞാൻ കണ്ടു. ആ കണ്ടപ്പോൾ എനിക്ക് ആകപ്പാടെ വെപ്രാളമായി. ഇവിടെ വന്ന 1,24,000 ചിലവൻ അമ്പ്യാക്കന്മാരിലെ അവസാനത്തെ നബി മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്നുള്ളതാണ് അതിൽ കാണുന്നത്. അഹമ്മദ് എന്നാണ് കാണുന്നത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് മുഹമ്മദ് എന്ന് കൂടുതൽ കാണുമില്ല സുറിയാനിയിൽ. ലഗറിയ ലാദൽ ലക്കറി ആസൽ മുഹൂദി ആദൽ അഹമ്മദ് എന്നേ കാണുന്നുള്ളൂ. ഞാനത് ശരിക്കത് മനസ്സിലാക്കണം. അതിൽ ഞങ്ങൾ പരാജയപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനി വല്ലതും ചോദിക്കാനുണ്ടോന്ന്. ഞാനൊന്നുമില്ലയെന്ന് പറഞ്ഞു. നിങ്ങൾ അച്ഛന്മാരുടെ അസോസിയേഷൻ്റെ സെക്രട്ടറി ജോൺ മുണ്ടയ്ക്കൻ ഒരു കാര്യം മനസ്സിലാക്കണം, എല്ലാവരെയും ഒരേ രീതിയിൽ കണക്കിലെടുത്തിട്ട് നിങ്ങൾ അവരുമായിട്ട് വാദിക്കാൻ നടക്കരുതെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. സംസുലമ. ഞാനൊന്നും മുണ്ടിയില്ല. എന്നിട്ട് പറഞ്ഞു, അവിടെ ഒരു ബുക്കുണ്ട്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ട് അവിടെ, അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ട് സ്റ്റേജിൽ. ആ ബുക്കിൽ ഒപ്പിട്ടിട്ട് പോവുക, മലപ്പുറം ജില്ലയിൽ നിന്ന് ഒരു മുസ്ലിങ്ങളെ ക്രിസ്ത്യൻ മതത്തിലേക്ക് മതം മാറ്റൂലെന്ന് പറഞ്ഞ് ഒപ്പിടാൻ പറഞ്ഞു. എൻ്റെ സഹോദരന്മാരെ, ഞാൻ അവിടെ നിന്ന് കുറച്ച് ആലോചിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞത്, ഉസ്താദെ ഞാൻ ഒപ്പിടാം, അതിനു മുമ്പ് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. അതിനെനിക്ക് മറുപടി തരികയാണെങ്കിൽ, നിങ്ങൾ പറഞ്ഞല്ലോ മഗർദി മാതൽ മുഹൂദി ആദർ റീഖൽ അഹമ്മദ്, ആ പദത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. അതിനെനിക്ക് അധികാരമുണ്ട്. അതുകൊണ്ട് ഞാനൊരു ചോദ്യം ചോദിക്കുന്നതിന് എനിക്ക് മറുപടി തരണമെന്ന് പറഞ്ഞു. ചോദിച്ചോളാൻ പറഞ്ഞു. ഞാൻ വേറെ ഒന്നും ചോദിച്ചില്ല. ഞാൻ പറഞ്ഞു, ഉസ്താദെ ഇവിടെ 1.25 ലക്ഷം അമ്പ്യാക്കന്മാർ വന്നിട്ടുണ്ട്, ഒരുപാട് ഔലിയാക്കന്മാർ വന്നിട്ടുണ്ട്. അതെ. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരുപാട് അടിമകൾ ഇവിടെ വന്നിട്ടുണ്ട്. അല്ലേ? അതെ. അവരൊക്കെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ അപ്പോൾ യഹോവ എടുത്ത് കൈ നീട്ടിക്കഴിഞ്ഞാൽ അതിനപ്പോൾ ഉത്തരം കൊടുക്കും. അല്ലേ? അതേന്ന് പറഞ്ഞു. എന്നാൽ 4ാം വയസ്സിൽ ഏറ്റവും വലിയ ഉന്നതമായിട്ടുള്ള ഒരു പണ്ഡിതനാണ് നിങ്ങൾ. നിങ്ങൾക്ക് എനിക്ക് ചോദിക്കാനുള്ള ഒരേ ഒരു ചോദ്യം ഇതാണ്. ഒരു മരണപ്പെട്ടു പോയ ഒരു മൃതദേഹം, ഒരു മനുഷ്യൻ്റെ മൃതദേഹം ഉസ്താദിൻ്റെ മുന്നിൽ ഞാൻ കൊണ്ട് കിടത്തും. അതിനെക്കൊണ്ട് ഉസ്താദിന് സംസാരിക്കാൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യം ഞാൻ അവിടെ വെച്ചു. പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആ മൈക്കിൻ്റെ അടുത്ത് നിന്നിട്ട് പെട്ടെന്ന് ആ കസേരയിൽ അവിടെ ഇരിക്കുകയും 2 കൈയും ഇങ്ങനെ കെട്ടിയിട്ട് തലയും കുനിഞ്ഞൊരു 10 മിനിറ്റ് നേരം ആ ഇരുത്ത് അവിടെ ഇരുന്നു.
ആ ഇരുന്നും കൊണ്ട് പെട്ടെന്ന് മൈക്കിൻ്റെ അടുത്ത് എണീറ്റ് നിന്നും കൊണ്ട് പറഞ്ഞു, എവിടെയോ നിൻ്റെ മരണപ്പെട്ടു പോലെ ആളുടെ മൃതദേഹം, അതുകൊണ്ട് എൻ്റെ മുന്നിൽ കിടത്ത്. അതിനെക്കൊണ്ട് സംസാരിക്കാൻ കഴിയുമോ ഇല്ല എന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആകപ്പാടെ വെപ്രാളപ്പെട്ടു. ആ രാത്രി 3:45 മണിക്ക് എവിടെ നിന്നാണ് ഒരു മരിച്ചയാളുടെ മൃതദേഹം കിട്ടുക? അല്ലെങ്കിൽ ഒരുത്തന്നെ തല്ലിക്കൊന്ന് കൊണ്ടുവരണ്ടേ? നടക്കുന്ന കാര്യമൊന്നും നടക്കില്ല. അതിലാകപ്പാടെ ഞങ്ങൾ പരാജയപ്പെട്ട് വേഗം അതിൽ ഒപ്പിട്ടും കൊണ്ട് ഞങ്ങൾ സ്ഥലം വിട്ടു. പക്ഷേ അപ്പം എനിക്ക് തോന്നി, ഈ 10 മിനിറ്റ് നേരം കയ്യും കെട്ടി തലയും കുനിഞ്ഞിരുന്ന് ആരെയൊക്കെ വിളിച്ചിട്ടുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അവിടെ നിന്ന് ഞങ്ങൾ പോയിട്ട് പിറ്റേ ദിവസം എറണാകുളത്ത് വെച്ചിട്ട് എൻ്റെ നേതാക്കന്മാരുമായിട്ട് ഞാൻ ചോദ്യം ചെയ്തു, യേശുവിനെ കുരിശിൽ തറച്ചിട്ടുണ്ടോ അല്ല ഉയർത്തപ്പെട്ടതാണോ? അതിൻ്റെ ചോദ്യം എന്താണെന്ന് എനിക്ക് മറുപടി തരണമെന്ന് പറഞ്ഞ്. അത് നിങ്ങൾ കോളേജിൽ പഠിക്കുമ്പോൾ കോഴ്സ് തന്നിട്ടുണ്ടല്ലോ, പിന്നെ എന്താ ചോദിക്കാനെന്ന് എന്ന് പറഞ്ഞു. ഞാനല്ല, എനിക്ക് അറിഞ്ഞേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞു. എന്നാൽ ഒരു കാര്യം ചെയ്തോളി, നിങ്ങൾക്ക് അടുത്ത് റോമിലേക്ക് പോകാനുള്ള ഒരിതുണ്ട്, റോമിൽ പോയി വന്നു കഴിഞ്ഞിട്ട് മറുപടി തരാമെന്ന് പറഞ്ഞ് എന്നെ അവിടെ അമർത്തി വെച്ചു. അതുവരേക്കും ഞാൻ വെറുതെ ഇരുന്നിട്ടില്ല എൻ്റെ സഹോദരന്മാരെ. എൻ്റെ വീട്ടിൽ ചെന്നും കൊണ്ട് എൻ്റെ റൂമിൽ, ഞാൻ പള്ളിയിൽ ചെന്ന് വന്നു കഴിഞ്ഞാൽ താമസിക്കുന്ന ഒരു റൂമുണ്ട് എനിക്ക് എൻ്റെ വീട്ടിൽ. ആ റൂമിൽ ഇരുന്നും കൊണ്ട് പറഞ്ഞ് ഭക്ഷണത്തിന് മാത്രം എന്നെ വിളിച്ചാൽ മതി, മറ്റു നേരം വിളിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ജോലി എന്തായിരുന്നു എന്നറിയോ? ആ പഴയ സുറിയാനി ഗ്രന്ഥം എൻ്റെ അടുത്തൊന്നുണ്ട്. ആ അന്നത്തെ കാലത്ത് എൻ്റെ അമ്മാവൻ തന്നത്, അത് അലുമാരിൽ വെച്ച് കൂട്ടിയത് എടുക്കാതെ വെച്ചിരുന്നാണ്. അതെടുത്ത് വെച്ച് പുതിയതും വെച്ച് നോക്കിയ സമയത്ത് രണ്ടും കറക്റ്റായിട്ടിരുന്നു. സംസ്ലമ തന്ന അതേ ഗ്രന്ഥവും ഇതും ഒരേ മാതിരിയാണ്. അത് മനസ്സിലാക്കിയിട്ട് ഏതായിരുന്നാലും റോമിൽ പോയി വന്നിട്ട് മറുപടി അത് നോക്കാം എന്നുള്ള ഉദാഹരണത്തിൽ കൂടെ 83 ഞങ്ങൾ റോമിൽ പോയി. 83 റോമിൽ ചെന്ന് അന്നിട്ടുള്ള ജോൺ പോൾ മാർപ്പാപ്പ രണ്ടാമൻ, അദ്ദേഹത്തിനെ കണ്ടിട്ട് ഞാൻ അന്ന് അദ്ദേഹത്തിൻ്റെ മോതിരം മുത്താനോ പിടിക്കാനോ ഒന്നും ഞാൻ പോയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ആയിരുന്ന കർദിനാൾ റോക്കിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, എനിക്ക് വന്നിട്ട് അമേരിക്കയിലേക്കും ഇസ്രായേലിലേക്കും പോകാനുള്ള പെർമിറ്റ് ഞങ്ങൾക്ക് തരണം, 1 കൊല്ലത്തെ കോഴ്സ് വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് പെർമിറ്റ് തന്ന് ഞങ്ങൾ 4 അച്ഛന്മാർ ഞങ്ങളെ പ്ലെയിൻ കയറ്റി വിട്ടു. എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഒന്ന്, അതായത് വന്നിട്ട് ഇസ്ലാം മതത്തിനെ പറ്റി ഒന്ന് പഠിക്കണം. അത് കേരളത്തിലോ ഇന്ത്യയിലല്ല പഠിക്കേണ്ടത്, ഇസ്ലാമിൽ വന്ന ഒരാളുടെ അടുത്ത് പഠിക്കണമെന്ന് എനിക്കൊരു താല്പര്യം തോന്നി. അതുകൊണ്ടാണ് ഞാൻ അമേരിക്കയ്ക്ക് കേട്ടത്. അങ്ങനെ ഞങ്ങൾ പ്ലെയിൻ കയറ്റി വിട്ട് ഞങ്ങൾ അമേരിക്കയിൽ ചെന്നിട്ട് അവിടെ ഒരാളുണ്ട്, ഒരു കറുത്ത മനുഷ്യൻ, നീക്രോ. അയാൾ ഇസ്ലാമിൽ വന്ന ആളാണ്. അയാൾ ചെന്നപ്പോൾ അയാൾ എന്നെ, നിങ്ങൾ എന്തുകൊണ്ട് എന്നെ കാണാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തുകൊണ്ട് ഇസ്ലാം മതം സ്വീകരിച്ച് ക്രിസ്ത്യൻ മതത്തിൽ എന്താ തെറ്റ് കണ്ട് എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ ഇസ്ലാമിലേക്ക് വരാനുള്ള കാരണം ലോക ചാമ്പ്യൻ എന്നുള്ള കിരീടവും മാറ്റിക്കൊണ്ട് അമേരിക്കയുടെ തലസ്ഥാനമായിട്ടുള്ള ന്യൂയോർക്കിൽ ചെന്ന് ഹോട്ടൽ റിച്ചനിൽ കയറി പേരൻ എന്ന് സപ്ലയറെ വിളിച്ചപ്പോൾ സപ്ലയർ വന്നു. അവൻ വെള്ളക്കാരൻ, അവനും അമേരിക്കൻ പൗരനാണ്. ഞാൻ അവൻ്റെ അടുത്ത് ചായ ചോദിച്ചപ്പോൾ എൻ്റെ മുഖത്ത് നല്ലോണം നോക്കിയിട്ട് പറഞ്ഞ് ഗെറ്റ് പറഞ്ഞു. ഞാൻ അവർക്ക് വളരെ സ്നേഹത്തോടുകൂടി ചിരിച്ചും കൊണ്ട് ചോദിച്ചു, വൈ, ഞാൻ എന്തിനാ പുറത്തു പോവാ? പിന്നെ അവൻ കാല് മുതൽ തലവരെ നോക്കിയിട്ട് പറഞ്ഞു, ഐ സേ യു ഗെറ്റ് ഔട്ട്. ഞാൻ എൻ്റെ അടുത്ത് വളരെ ഗൗരവത്തോടു കൂടി ചോദിച്ചു, വൈ യു വൈ നാട്ട് വൈ, എന്തിനാ ഞാൻ പുറത്തു പോവാ, കാര്യം പറ എന്ന് ചോദിച്ചപ്പോഴാണ് അവൻ പറഞ്ഞത്, ഇവിടെ കറുത്ത മനുഷ്യനെയും നായനെയും ഞങ്ങൾ ഒരേ മാതിരിയാണ് കണക്കാക്കൽ. ഐ സേ യു ഗെറ്റ് ഔട്ട് കരടി അവസെന്നും പറഞ്ഞ് എന്നെ പിടിച്ച് പുറത്താക്കി. വളരെ വിഷമത്തോടു കൂടി അതെല്ലാം വലിച്ചു ദൂരെ അറിഞ്ഞുകൊണ്ട് ഓരോ രാജ്യത്തും ചെന്നിട്ട് ഓരോ മാസമുള്ള പണ്ഡിതന്മാരെയും കണ്ട് അവരുടെ ഗ്രന്ഥങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് മനസ്സിലായത്, ലോകത്ത് വെച്ച് കറുപ്പും വെളുപ്പും തരംതിരിക്കാത്ത ഒരു മതമുണ്ടെങ്കിൽ അത് അന്ത്യപ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധ ഇസ്ലാം മതമാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഇസ്ലാമിൽ വന്നതും എൻ്റെ സമ്പത്ത് മുഴുവതും വാരി അറിഞ്ഞ് ഇസ്ലാമിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കുന്ന ഞാനും എൻ്റെ മകൾ ലൈല എന്ന് പറഞ്ഞപ്പോൾ അത് സമാധാനമായി. ആ അദ്ദേഹം ഇപ്പം അടുത്ത് മരിച്ചതേ ഉള്ളൂ, മുഹമ്മദ് അലി അക്ലെ, മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇസ്രായേലിൽ പോയി. എന്നിട്ട് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, എന്തെന്ന് പറഞ്ഞാൽ ഇസ്ലാം മതമാണ് നല്ല മതമെന്ന് എൻ്റെ മനസ്സിൽ തോന്നിയതിന് ശേഷം എനിക്ക് തോന്നിയത്, ഇതുകൊണ്ടായിട്ടില്ല, ഇനി മേൽക്കൊണ്ട് ഇങ്ങോട്ട് വരാനും ഇപ്പോൾ പറ്റില്ല. അതുകൊണ്ട് ഇവിടെ ഒരു പള്ളിയുണ്ട്, അതൊന്ന് കണ്ടിട്ട് പോകണം. സുലൈമാൻ നബി അലി ഇസ്ലാമിൻ്റെ കാലത്ത് ജിന്നുകളെല്ലാം കൂടി ചേർന്ന് 1 കൊല്ലം കൊണ്ട് പണി പൂർത്തിയാക്കിയ ഒരു പള്ളി അവിടെ ഉണ്ട്. ആ ബൈത്തുൽ മുഖദ്ദിസ് പള്ളി കാണണമെന്ന ആഗ്രഹം ഞങ്ങൾ അവിടെ ചെന്നു.
അതിന് പറമറ്റ് വാച്ച് അവിടെ ചെന്ന് പള്ളി ചുറ്റിയും കണ്ടു. മനസ്സിലാക്കണം, ആ പള്ളിയുടെ വിശേഷം ഒരു കാലത്ത് സക്കരിയ നബി അലൈഹിസ്സലാമും മറിയം ബീവി കുട്ടിയായിരിക്കുന്ന കാലത്ത് കുടിയിരുന്ന ഒരു പള്ളി. മനസ്സിലാക്കണം. അതുമാത്രമല്ല, ആ പള്ളിയുടെ വിശേഷം വേറെ എന്തെന്ന് മുസ്ലിം സമുദായത്തിൻ്റെ ആദ്യത്തെ കിബിലയാണ്. പിന്നെ ആ മക്കം. മനസ്സിലാക്കണം. അത് ഞങ്ങൾ കണ്ടു. ഇവിടെ വന്നിട്ടുള്ള 1,24,000 ചിലവാൻ അമ്പ്യാക്കന്മാരിൽ ഒരുപാട് നബിമാരുടെ കബർസ്ഥാനമുണ്ട്. അവിടെ ചെന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. സുലൈമാൻ നബി അദ്ദേഹത്തിൻ്റെ കബർസ്ഥാനത്തിൻ്റെ അവിടെ പോയി. 84 എറണാകുളത്ത് വെച്ചും കൊണ്ട് എൻ്റെ നേതാക്കന്മാരുമായിട്ട് ഞാൻ വാദിച്ചു. എൻ്റെ ചോദ്യമായി ഇതായിരുന്നു. അതായത് ഇവിടെ വന്നിട്ട് ഈസാ നബി അലൈഹി ഇസ്ലാമിനെ കുരിശിൽ തറച്ച ഉയർത്തപ്പെട്ടോ എന്ന് ചോദിച്ചോ. പറഞ്ഞ് അത് നിങ്ങൾ ചോദിക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞേ, സക്കരിയ നബി അലൈഹി ഇസ്ലാമിനെ ബൈത്തുൽ മുഖദ്ദസ് പള്ളിയിൽ നിന്ന് യഹൂദികളൊക്കെ വിരട്ടിക്കൊണ്ട് ഓടുമ്പോൾ ഒരു മരം രണ്ടായിട്ട് പിളർന്ന അതിൻ്റെ അകത്ത് അദ്ദേഹം കയറി അദ്ദേഹത്തിനെ വാളുകൊണ്ട് അറുത്ത് കൊന്നിട്ടുണ്ട്. ഇവിടെ വന്ന പ്രവാചകന്മാരിൽ ഒറ്റ ഒരെണ്ണത്തിന് അള്ളാഹുവിൻ്റെ പ്രവാചകന് ആണിയടിക്കാൻ കിട്ടിയിട്ടില്ല. ഇനി കിട്ടൂല, ഇനി കിട്ടാൻ പോകുന്നില്ല എന്ന് ഞാൻ പറ്റിക്ക് ബാധിച്ചപ്പോൾ പറഞ്ഞു, മുണ്ടയ്ക്കന് ഭ്രാന്താണ് എനിക്ക്. അപ്പം തന്നെ ആ നീളക്കുപ്പായം ലോക വലിച്ചുകൂരി അവരുടെ മുന്നിലേക്ക് എറിഞ്ഞു. നിങ്ങൾ ഞാനുമായിട്ട് ഇനി ഏതൊരു ഇടപാടുമില്ല. ഞാൻ ഇസ്ലാം മതം സ്വീകരിക്കാൻ പോവുക. നിങ്ങളെ കൊണ്ട് എന്നെ കൊണ്ട് ചുക്കും ചെയ്യാൻ കഴിയില്ല. മുണ്ടയ്ക്കൻ്റെ കുടുംബത്തിൽ 22 അച്ഛന്മാരും 10-30 കന്യാസ്ത്രീമാരും ഉണ്ട്. ഞാൻ മാത്രമേ കുപ്പായം ഊരുന്നു ജോൺ എന്ന് പറഞ്ഞും കൊണ്ട് അവിടെ നിന്ന് അവരെ ഞാൻ വെല്ലുവിളിച്ചു. ഞാൻ ഇസ്ലാം മതം സ്വീകരിക്കാൻ പോവുക. എൻ്റെ കൂടെ വരാൻ തയ്യാറുള്ളവൻ എൻ്റെ കൂടെ വരിക. വന്നു കഴിഞ്ഞാൽ സുഖിക്കാനല്ല, കുന്നും മലയും കയറി ഇറങ്ങി നടന്ന് ഇവരുടെ കള്ളത്തനങ്ങൾ പറയാൻ തയ്യാറുള്ളവൻ എൻ്റെ കൂടെ വരിക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവസാനം യഹോവ എടുത്ത് നമുക്ക് എന്തെങ്കിലും കിട്ടും. അല്ല ഇതിൽ തന്നെ സുഖിക്കണമെന്നും പറഞ്ഞ് ഇതിൽ കിടന്നാൽ അവസാനം നിനക്ക് ഇടത്തോട്ടുള്ള വഴിയാ കിട്ടുക, ഏതാ നീ തീരുമാനിക്കുമെന്ന് പറഞ്ഞപ്പോൾ 39 അച്ഛന്മാർ കുപ്പായം ഊരി എൻ്റെ കൂടെ പോന്നു. 85 ഏപ്രിൽ 24 ഇതേ പൊന്നാണി മൗനത്തിൽ ചെന്നിട്ട് ഞങ്ങൾ ഇസ്ലാം മതം സ്വീകരിച്ചു. എന്നിട്ട് നന്ദി താർസലാം കോളേജിൽ ചെന്നിട്ട് സംസുലമ മഹാനവറുകളെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ വരുമെന്ന് എനിക്കറിയാം, നിങ്ങൾ വന്നാൽ പോരാ, അതിനുവേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണമെന്ന് പറഞ്ഞു. എന്തിനും തയ്യാറായിട്ടാണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു ഞാൻ. കാരണം അച്ഛന്മാർ പഠിച്ചതിനെയും കാട്ടി കുറച്ച് കോഴ്സ് കൂടുതൽ ഞാൻ പഠിച്ചിട്ടുണ്ട്. എനിക്കറിയാം, എനിക്ക് ബൈബിൾ കാണാപ്പാഠമാണ്. ഇന്ന് ഞാൻ അവരെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇതുവരെയ്ക്കും മറുപടി കിട്ടിയിട്ടില്ല. മനസ്സിലാക്കണം നിങ്ങൾ, ഇസ്ലാമിൽ വന്നത് വെറുതെയൊക്കെയല്ല. അങ്ങനെ സംസുലമ്മയുടെ കൂടെ ഞാൻ അവിടെ നിന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ വന്നവരൊക്കെ ഇങ്ങനെ ഓരോ സ്ഥലത്തും അങ്ങനെ പോയി. ഞാൻ ശേഖനാൻ്റെ കൂടെ നന്ദി താർസലാം കോളേജിലായിരുന്നു. എന്നിട്ട് അദ്ദേഹം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് ആദ്യം ഒരു നിർദ്ദേശം തന്നതാണ്. എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ എടക്കര എന്ന 68 മുസ്ലിം കുടുംബത്തിന് അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. അവരെ നിങ്ങൾ തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരണം എന്ന് പറഞ്ഞ് എനിക്കൊരു നിർദ്ദേശം തന്ന സംസുലമ്മ. ഞാൻ പറഞ്ഞ എടക്കരയിലുള്ള ക്രിസ്ത്യാനികൾ, പള്ളിയിലച്ചന്മാരും അവിടുത്തെ ചേട്ടന്മാരും ഒക്കെ അന്ന് എന്നെ വളരെ ബഹുമാനത്തോട് കണ്ടെത്തിയ ഒരു സ്ഥലമാണ്. അവിടെ നിന്നാണ് ഞാൻ ഇവരെ മതം മാറ്റിയത്. ഇനി ഞാൻ അവരെ തിരിച്ചിങ്ങോട്ട് മതം മാറുമെന്നാൽ എന്നെ അവർ വെച്ചിരിക്കില്ല, അത് ഉറപ്പാണ്. ഉസ്താദിന് എന്താ തോന്നുന്നു ഞാൻ ചോദിച്ചു. ഉസ്താദ് പറഞ്ഞ് എൻ്റെ തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല, ധൈര്യത്തോടെ പ്രവർത്തിച്ചോളി എന്ന് പറഞ്ഞു. ആ ഒരു വാക്കും കൊണ്ട് ഞാൻ പോയവനാണ്. ഇടക്കര ചെന്ന് പകുതി മുഴുവൻ, അതായത് 8 മാസം ഞാൻ വളരെ കഷ്ടപ്പെട്ടു. പകൽ മുഴുവതും പള്ളിയിൽ കിടക്കും, രാത്രി ഇറങ്ങും. 2 മണി 1 മണിക്കൊക്കെ പോയിട്ട് ഞാൻ മതം മാറ്റിയവരെ തന്നെ അവർക്ക് വീട്ടിൽ പോയി ക്ലാസ് എടുക്കും. മനസ്സിലാക്കണം. അങ്ങനെയായിരുന്നു ഇരിക്കുന്നതാണ്. റഹ്മത്തുള്ള കാശ്മീർ മൂത്തേടം മൂപ്പരുടെ വാപ്പ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എൻ്റെ വീട്ടിൽ ഞങ്ങൾ കഴിക്കുന്ന ഭക്ഷണം നിങ്ങൾക്കും കഴിക്കാം, അവിടെ ഒന്ന് കഴിച്ചോണമെന്ന് പറഞ്ഞ് ഓർഡർ. അവിടെ പോയി ഭക്ഷണം കഴിക്കും. അന്ന് റഹ്മത്തുള്ള കാശ്മീർ വിദ്യാർത്ഥിയാണ്, പഠിച്ചു നടക്കുക. മനസ്സിലാക്കണം. അങ്ങനെ 8 മാസം ഞാൻ വളരെ കഷ്ടപ്പെട്ടിട്ട് ആദ്യം സഹാത്ത് ഹെൽമ ചൊല്ലിക്കൊടുക്കാത്ത ആളുകളെ
അതായത് മാമോദീസ മുക്കി ഞാൻ ഇങ്ങോട്ട് എടുത്തവനാണ്, അങ്ങോട്ട് ക്രിസ്ത്യൻ മതത്തിലേക്ക്. അവരെ ഞാൻ തിരിച്ചു വന്നിട്ട് അവരെല്ലാവരുടെയും സമ്മതമെല്ലാം കേട്ട് 8 മാസം അവർക്ക് ക്ലാസ്സും അത് ഇതൊക്കെ ക്ലിയർ കഴിഞ്ഞ് അവരുടെ സമ്മതത്തോടു കൂടി തിരിച്ച് രണ്ടാമത് അവർക്ക് സകാത്ത് കൽമ ചൊല്ലിക്കൊടുത്ത് അവരെ ഞാൻ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നു. മനസ്സിലാക്കണം എൻ്റെ സഹോദരന്മാരെ.